പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് റമദാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അടിപൊളി മീൻകറിയൊക്കെ തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടൊരു 10 ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. 5 ചെറിയ വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൂടെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊടിച്ചതും ഉലുവപ്പൊടിയും കയ്യിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കടുകിൻ്റെ പൊടിയും ഉലുവ പൊടിയും നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഈ ഓയിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം സവാളയും തക്കാളി ഇട്ട് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഒരു പകുതി സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിതിൽ വാളംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 ചെറിയ പീസ് കുടംപുളി ഇവിടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനു. അത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്ന സമയത്ത് ഈ ഒരു മീൻകറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലോട്ട് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അയക്കൂറ മീനാണ് എടുത്തത്. ഇതുപോലെ അയിലയും മത്തിയും ആവോലിയും എന്ത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ മീനൊരു 2-3 മിനിറ്റ് ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ റമദാനൊക്കെ വരാൻ പോവാണ്. എല്ലാവരും ഒന്ന് നോമ്പിന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്